സഖാക്കളെ CPM-നെ ഏറെ വെട്ടിലാക്കിയ ഒരു പാട്ടാണ് പോറ്റിയെ കേറ്റിയെ. ഏറെ വെട്ടിലാക്കിയ ഒരു പാട്ടാണ് കേറ്റിയെ പോറ്റിയെ എന്ന സോങ്. ഈ അടുത്ത കാലത്തൊന്നും ഇങ്ങനെ വെട്ടിലാക്കിയ ഒരു പാട്ട് ഉണ്ടായിട്ടില്ല. CPM-നെ അല്ലെങ്കിൽ സഖാക്കളെ ഇത്ര ആഴത്തിൽ വെട്ടിലാക്കിയ മറ്റൊരു പാട്ട് ഉണ്ടായിട്ടില്ല. ഇലക്ഷൻ സമയത്ത് CPM-ന്റെ ഏരിയ കമ്മിറ്റി മുതൽ സംസ്ഥാന കമ്മിറ്റി വരെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു വിഷയം കൂടിയാണിത്. ഈ പാട്ടിനെ കുറിച്ച് ഇലക്ഷന്റെ തെരഞ്ഞെടുപ്പ് സമയത്താണ് ഇത് വൈറലായത്. ഇലക്ഷൻ അടുപ്പിച്ച് തെരഞ്ഞെടുപ്പ് സമയത്താണ് ഈ പാട്ട് വൈറലായി തുടങ്ങിയത്. മാത്രമല്ല പല നിലക്ക് ഇവരിതിനെ പരിശോധിച്ചു. പാർട്ടി ഇതിനെ പരിശോധിച്ചു. CPM മാർക്സിസ്റ്റ് പാർട്ടി പോരാത്തതിന് കേസും കൊടുത്തു. ഈ പാടിയവന്റെ പേരിലും എഴുതിയവന്റെ പേരിലും എല്ലാവർക്കും വേണ്ടിയിട്ട് 10-20ഓളം പേരുടെ പേരിൽ അവർ കേസ് കൊടുത്തു ഈ പാട്ടിനെതിരെ. ഇത്രയധികം വെട്ടിലായിട്ടുള്ള ഒരു പാട്ടാണ്. അതുകൊണ്ടാണല്ലോ അവർ നടപടിയായിട്ട് മുന്നോട്ട് പോയത്. ഈ പാട്ട് പോറ്റിയെ കേറ്റി എന്നുള്ള പാട്ട് അത്രയധികം ആഴത്തിൽ അത് വെട്ടിലായിട്ടുണ്ട്. ഈ പാട്ട് ആൾക്കാരത് ഇങ്ങോട്ട് ഏറ്റെടുത്തു. ആ പാട്ട് ജനങ്ങൾ ഈ പാട്ടങ്ങ് ഏറ്റെടുത്തു. കേറ്റിയെ പോറ്റിയെ എന്നുള്ള ഗാനം അതുണ്ടായത്. അപ്പോ അങ്ങനെ വെട്ടിലായിട്ടുള്ള ഒരു പാട്ടാണ് ഈ പാട്ട്, ഈ കേറ്റിയെ പോറ്റിയെ എന്നുള്ള ഗാനം. എല്ലാ നിലക്കും ഇത് വൈറലായി എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. മാത്രമല്ല മറ്റുള്ള കാലഘട്ടങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഇലക്ഷന്റെ ആ വിജയാഹ്ലാദം കുറച്ചും കൂടി വ്യത്യസ്തമായി തുടങ്ങി. എല്ലാവരും DJ-ലോട്ട് മാറി. എല്ലാ ലോറികളിലും DJ ലൈറ്റിംഗ് സെറ്റപ്പ്, അതുപോലെ തന്നെ നല്ല അടിപൊളി ബോക്സിങ് എല്ലാം വെച്ചിട്ട് ചെറിയ ജെൻസ് പിള്ളേർ മുതൽ ചെറിയ കൊച്ചു പിള്ളേർ മുതൽ പ്രായമായിട്ടുള്ള മുതിർന്ന ആൾക്കാർ വരെ ഈ പാട്ടിട്ട് DJ ഇട്ടിട്ട് വളരെ ആഘോഷമാണ്, വിജയാഘോഷമാണ്. ഇലക്ഷന് മുമ്പായി കൊട്ടിക്കലാശക്കും അതിന് ശേഷവും ഭയങ്കരമായിട്ട് ജനങ്ങൾ ഇത് ഏറ്റെടുത്തു എന്ന് പറയാം. ഈ കേറ്റിയെ പോറ്റിയെ എന്നുള്ള പാട്ട് അത്രയധികം CPM-നെ വെട്ടിലാക്കിയ ഒരു പാട്ടോ പ്രസംഗമൊന്നും ഇപ്പം അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരുപാട് ആരോപണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും CPM-നെ ഒരുപാട് ആഴത്തിൽ ഇത് വെട്ടിലാക്കി. ഇലക്ഷന്റെ സമയത്ത് ഈ പാർട്ടി എല്ലാ മേഖലകളിലും വൈറലായി. അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. ഈ ഒരു പാട്ട് കൊണ്ട് ഒരു പരിധി വരെ ഇലക്ഷനെ ബാധിച്ചു എന്നുള്ളത് CPM വിലയിരുത്തുകയും ചെയ്തു. അപ്പൊ ഞാൻ ഇതുകൊണ്ട് വരാനുള്ളതിന്റെ കാരണം എന്താണെന്നറിയോ? ഈ പോറ്റിയെ കേറ്റിയെ എന്നുള്ള പാട്ട് കുടിച്ച പുലിവാലി. അപ്പൊ ആ പുലിവാലിനെ കുറിച്ച് നമ്മുടെ സിദ്ദീഖ് അലി രാങ്ങാട്ടൂര് വളരെ കോമഡി ആയിട്ട് ഇതിനെ അവതരിപ്പിക്കുന്നുണ്ട്, ഇതിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ അത് പ്രേക്ഷകരുടെ മുമ്പിൽ ഒന്ന് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട്, ഒന്ന് പ്രസന്റ് ചെയ്യാൻ വേണ്ടി, കാണിക്കാൻ വേണ്ടിയിട്ട് അത് പറയുന്നുണ്ട് ഒരു പ്രസംഗത്തിൽ. അപ്പൊ അതൊന്ന് നിങ്ങളുടെ മുന്നിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്ക് വൈകാതെ അതൊന്ന് കണ്ടു നോക്കാം. കുഞ്ഞബ്ദുള്ള എന്ന് പറയുന്ന ഒരു ചങ്ങാതി ഒരു പാട്ട് എഴുതിയപ്പോ ആ പാട്ടുമായി ഞങ്ങൾ നടന്നപ്പോ, ഞങ്ങൾ അതിൽ വിജയം വരിച്ചപ്പോ ആ കുഞ്ഞബ്ദുള്ളയുടെ പേരിൽ കേസെടുക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. മൈക്ക് കൂക്കിയതിന്, ആംപ്ലിഫയറിനെതിരെ കേസെടുത്ത മുഖ്യമന്ത്രിയായ നമ്മളെ മുഖ്യമന്ത്രി. മൈക്ക് കൂക്കിയതിന് ആംപ്ലിഫയറിനെതിരെ കേസ്. നവകേരള യാത്ര പോകുമ്പോൾ ഒരു ടർഫ് ഇതുപോലത്തെ ഒരു ഗ്രൗണ്ടിൽ നിന്ന് ബോൾ പൊങ്ങി വന്നു. ഉടനെ ഉത്തരവിട്ടു ആഭ്യന്തരമന്ത്രി ബോൾ കസ്റ്റഡിയിലെടുക്കാൻ. പിറ്റേ ദിവസം ദേശാഭിമാനിയിൽ ബോൾ കസ്റ്റഡിയിൽ. വീരപ്പന്റെ അളിയനാൻ തോന്നിപ്പോവും. എന്താ ഇയാൾക്കെതിരെ ഒന്നും പാടില്ല. നമ്മുടെ കുട്ടികൾ പ്രതിഷേധ സൂചകമായി കറുപ്പ് കൊടി വീശിയപ്പോ പിന്നെ കറുപ്പ് കാണുമ്പോൾ ഇയാൾക്ക് ഉറക്കല്ല. അപ്പൊ കേരളത്തിന്റെ മുഖ്യമന്ത്രി കറുപ്പ് കാണുന്നിടത്തൊക്കെ ബഹളം ഉണ്ടാക്കുകയാണ്. അങ്ങനെ വന്ന് നമ്മളെ നാട്ടിലൊക്കെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി DK ഹംസാക്കാന്റെ ഒപ്പം നിന്ന് പ്രസംഗിച്ചിരുന്ന സഖാവായിരുന്നു സഖാവ് CP കുഞ്ഞ് മരിച്ചപ്പോ അവിടെ കറുപ്പ് കൊടി കെട്ടി. മുഖ്യമന്ത്രി 3-ാമത്തെ ദിവസമാണ് കോഴിക്കോട് വന്നപ്പോൾ അയാളെ വീട് സന്ദർശിക്കാൻ വന്നത്. ഇതുപോലെ ഇപ്പൊ ഞാനിങ്ങനെ വന്ന പോലുള്ള ഒരു ഇടവഴി റോഡാണ്. ആ റോഡിലൂടെ വരുമ്പോ മുഖ്യമന്ത്രി പോലീസുകാരനെടുത്ത് തോണ്ടല് എന്നിട്ട് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയാണ്. അത് കാണുമ്പോ പേടിയാണ് ഇയാൾക്ക്. നിഴല് കാണുമ്പോ വരെ പേടിയാണ്. ഇപ്പൊ തട്ടാന്റെ വളപ്പിലെ മുയലിനെ പോലെയാണ്. ഓരോ മേട്ടത്തിലും ചാടുകയാണ്. ബേജാറ്. കാരണം 4 വഴിക്ക് പോലീസ് എറിഞ്ഞാണ് ED വരികയാണ്. ഈ കണ്ട ലുൽമു മുഴുവൻ ചെയ്തു വെച്ചിരിക്കുക. നിങ്ങൾ അറിയണം, CP കുഞ്ഞിന്റെ വീട്ടിൽ കയറാൻ ഇയാളുടെ വണ്ടിയിലെ പോലീസ് ഉദ്യോഗസ്ഥർ ഇറങ്ങിയിട്ട് സകല ദുഃഖസൂചകമായി കെട്ടിയ കൊടികൾ അഴിച്ചു വെച്ച അയാൾ വരെ കിടന്നത്. ഇതെന്ത് നാടാണ്? അപ്പൊ ആ പാട്ട് വലിയ വിഷയാക്കി. ആ പാട്ടിനെതിരെ ഇവര് വലിയ പരാതിയുമായി വന്നു. ആ പാട്ട് അയ്യപ്പനെ അപകീർത്തിപ്പെടുത്തുമെന്ന് പറഞ്ഞു. പക്ഷെ കുഞ്ഞബ്ദുള്ള പാറ പോലെ ഉറച്ചു നിന്നു. ആ പാട്ട് പാടിയ ആളുകള്, ആ പാട്ട് രചിച്ച കുഞ്ഞബ്ദുള്ള, അതുപോലെ അതിന്റെ ഓർക്കസ്ട്ര ചെയ്തവര്, അതുപോലെ അത് ഇറക്കിയ CMS മ്യൂസിക്, നമ്മുടെ സുബൈർ പന്തലൂര്, ഞങ്ങളൊക്കെ CD ഇറക്കുന്ന ഒരു വ്യക്തിയാണ്.
അവനെ അടക്കം കേസിൽ 1, 2, 3 പ്രതികളാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടുപോയി. എന്തായിരുന്നു വിഷയം? ആ പാട്ടിൽ വന്ന കാര്യങ്ങളായിരുന്നു. ആ പാട്ടിൽ പറഞ്ഞത് എന്തായിരുന്നു? അയ്യപ്പ ഭഗവാന്റെ ദ്വാരപാലക ശില്പം അവിടുന്ന് മോഷണം പോയി, പീഠം പോയി, രുദ്രാക്ഷമാല പോയി, കഴുത്തിലുണ്ടായിരുന്നേ. സകല കള്ളന്മാരും കടന്നാൽ നമ്മൾ പറയുന്ന പരാതി അദ്ദേഹം വാതിൽ തുറന്നിട്ട് പോയിന്നാ. പക്ഷെ ഈ കള്ളന്മാര് വാതിലും കട്ടിളയും ജനലും കൊണ്ടുപോയി, എല്ലാം സ്വർണം പൂശി. അതായിരുന്നു. ഇതൊക്കെ അടിച്ചു മാറ്റി, ഇതെല്ലാം കൊണ്ടുപോയി. ഇതെല്ലാം കൊണ്ടുപോയപ്പോ എന്തായി? അതിനെപ്പറ്റി ഇയാള് ഒരു പാട്ടിറക്കി. ഒരു കുഞ്ഞബ്ദുള്ള എന്ന് പറയുന്ന രചയിതാവ് ആ പാട്ടിറക്കിയപ്പോ ഇവർക്കിപ്പോ ഭയങ്കര പ്രയാസം. കടകംപള്ളി സുരേന്ദ്രൻ പറയാ കഴിഞ്ഞ ദിവസം, ആ പാട്ടിറങ്ങിയതിന്റെ ശേഷം എനിക്ക് ഉറക്കില്ല, നിങ്ങൾ ഉറങ്ങരുത്. അപ്പൊ ഈ പാട്ടിറങ്ങിയ ശേഷം അവർക്ക് ഉറക്കല്ല. എന്താലേ? ബാക്കിയും കൂടെ തുടർന്ന് കേട്ടോക്കാം. കാരണം എന്താണെന്നറിയോ? നിങ്ങൾ കഷ്ടത എവിടെയെന്നറിയോ? ശബരിമല സന്നിധാനത്ത് പോയിട്ടാണ്. ഓരോരുത്തരും ജയിലിലാണ്. പഴയ MLA അടക്കമുള്ള ആളുകൾ സഖാക്കളാണ്. അതുകൊണ്ടാണ് അയാൾ ആ പാട്ടിൽ സ്വർണം കട്ടവൻ ആരപ്പ, സഖാക്കളാണ് അയ്യപ്പ എന്ന് ആ വരിയിൽ പാടാനുണ്ടായ കാരണം. അത് വന്നപ്പോ ഇവർക്ക് ചൊടിച്ചപ്പോ എന്തായിന്നറിയോ? ഈ പാട്ട് എങ്ങനെയെങ്കിലും നിരോധിക്കാനുള്ളൊരു പണി, അല്ലെങ്കിൽ കേസെടുക്കാമെന്ന് ബേജാറാക്കാന്നൊക്കെ വിചാരിച്ച് നാട്ടുകാരൊക്കെ ഈ പാട്ടാണ്ട് ഏറ്റെടുത്ത് നമ്മുടെ MP-മാര് ഇന്ത്യൻ പാർലമെന്റിന്റെ മുന്നിൽ ലൈനായി തന്നിട്ട് ഈ പാട്ടാണ്ട് പാടി. പോറ്റിയെ കേറ്റിയെ എന്ന് പറഞ്ഞാൽ അവിടുന്നാണ്ട് പാടി. അപ്പൊ അത് ഏകദേശം എല്ലായിടത്തും അറിഞ്ഞു. മലയാളം അറിയാത്ത കോൺഗ്രസ് നേതാക്കന്മാർ കേരളത്തിൽ വന്ന് നോക്കുമ്പോൾ ഓൽക്ക് ഇവിടുത്തെ ആൾക്കാർ ഈ പാട്ട് ചൊല്ലിക്കൊടുത്ത് ഓൽക്ക് പറ്റുന്ന ഭാഷയിൽ പാടൽ തുടങ്ങി. ദുബായിൽ നിന്ന് വരുന്ന വാട്സപ്പിൽ അറബിനെ സൂപ്പർ മാർക്കറ്റിൽ ഇരുത്തിയിട്ട് പാടിക്കൊടുക്കുകയാണ്. പോറ്റിയെ കേറ്റിയെ. മൂപ്പർക്ക് പറ്റുന്ന മാതിരി മൂപ്പര് ആ പാട്ട് പാടി. ഇത് കഴിഞ്ഞപ്പോ സഹി കെട്ടപ്പോ ഈ സഖാക്കൾ എന്താ ചെയ്തതെന്ന് അറിയങ്ങള്? കേസ് കൊടുക്കാൻ ഞാൻ നോക്കുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോലീസുകാരും പാടുകയാണ് പോറ്റിയെ കേറ്റിയെ അവിടെ ഇരുന്നിട്ട്. അപ്പൊ അവിടുന്ന് വേഗം തടി സലാമത്തങ്കം ബസ് കയറിയപ്പോ ബസ്സിലും ഈ പാട്ടാണ്, പോറ്റിയെ കേറ്റിയെ എന്നുള്ള പാട്ട്. അവസാനം പറഞ്ഞു എന്തെന്ന് അറിയാം, ഞാനിവിടെ നിൽക്കണില്ല, ഭാര്യ വീട്ടിൽ. ചുരുക്കി പറഞ്ഞ ഈ പാട്ട് എല്ലാവരും ഏറ്റെടുത്തു. പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോ പോലീസുമാരെ വരെ പാടുന്നു എന്നാണ് സിദ്ദീഖ് അലി രാമനാട്ടൂർ പറയുന്ന ഈ ഒരു സ്പീച്ചിനകത്ത്. എന്താലേ കാലം പോയ പോക്ക്. അങ്ങനെ ഭാര്യ വീട്ടിക്ക് ഇങ്ങനെ കടന്നു ചെല്ലുമ്പോണ്ട് അളിയന്റെ മക്കള് തിണ്ടുമ്പോ നിരനിരായി ഇരുന്നിട്ട് കാലും തൂക്കിയിട്ടിട്ട് പോറ്റിയെ കേറ്റിയെ കുട്ടികളും പാടുക. അപ്പൊ പമ്പർന്നോളറിറങ്ങി ഇവിടെ നിൽക്കാൻ നിവർത്തില്ലേ, ഞാൻ നാട് വിടാറിന് ഓൾക്ക് വിളിച്ചപ്പോ ഓളം മൊബൈലിലും പോറ്റിയെ കേറ്റിയെ എന്നുള്ള റിംഗ് ട്യൂണാ. ഇതിലും വലിയ കുഞ്ഞിരായും കുടിക്കൽ നിങ്ങൾ പെടാൻ ബാക്കിയുണ്ടാ? എന്ത് പറ്റിപ്പോയി? ആ പാട്ടിനെതിരെ നിങ്ങൾ പറഞ്ഞു തുള്ളി. എന്താ നിങ്ങൾ കേസേറ്റ് പോകാഞ്ഞെന്നറിയാം? എന്റെ അഭിപ്രായത്തില് കേസേറ്റ് പോയാല് കണ്ടില്ലേ, ഓരോ MR അഭിലാഷ് അടക്കമുള്ള ചാനൽ ചർച്ചയിൽ ഇരിക്കുന്നവരൊക്കെ ഈ പാട്ട് എന്താ ഒന്ന് പാടിയാലും അറിഞ്ഞിട്ട് ജയിക്കിന്റെ മുമ്പിൽ മറ്റു സഖാക്കളെ മുമ്പിൽ ഒക്കെ ഇങ്ങനെ പാടുകയാണ്. അല്ലെങ്കിൽ തന്നെ ഈ പാട്ട് കേട്ട് ഉറക്കില്ലാത്ത ഒരു ചാനലിൽ വന്നിരുന്നപ്പോൾ അവിടെ ഈ പാട്ടങ്ങനെ കേട്ട് ഇടങ്ങറിന്റെ കൊടിയായിക്കാണ്. ഓരോരുത്തർക്കും ഇതിങ്ങനെ ചൊല്ലിക്കൊടുക്കുകയാണ്. അപ്പൊ എന്താ ചെയ്യേണ്ടത്? കേസ് കൊടുത്തപ്പോ എന്താ? കേസ് കൊടുത്തപ്പോ ഇവര് കിടന്നുറങ്ങി ഇങ്ങനെ ആലോചിച്ചെന്താ, ഇത് കേസ് കൊടുത്താൽ ചിലപ്പോ ജഡ്ജും 4 വരി പാടാൻ സാധ്യത ഉണ്ട്. ഈ പാട്ടിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോന്ന് ജഡ്ജ് എന്ത് ചെയ്യും? ഒന്നിങ്ങനെ ഇതിൽ ഈ വരിയിൽ എന്താ കുഴപ്പം? ഇങ്ങനെ ഒരു പാട്ട് ദുന്യാവിൽ ഇതൊരു ബർക്കത്തുള്ള പാട്ടായി മാറി. ചെറിയ പാട്ടാണോ? നല്ല ബർക്കത്തുള്ള പാട്ടായി. കാരണം ഒരു പാട്ട് നമ്മളൊക്കെ അങ്ങനെ പാടി അങ്ങനെയാണ് പോക്കാണ്. ആ പാട്ട് അങ്ങനെയാണ് കേട്ടാൽ നമ്മളതിന്റെ വരിയൊന്നും അത്ര ശ്രദ്ധിക്കലില്ല. ഇപ്പൊ അങ്ങനെ ഒരുപാട് പാട്ടുകൾ ഇറങ്ങിയിട്ടുണ്ട്. ആ പാട്ട് ആരെ കുറിച്ച എന്താണെന്നൊന്നും നമ്മൾ അറിയില്ല, നമ്മളിങ്ങനെ കൂടെ പാടിക്കൊടുക്കും. പക്ഷെ ഈ പാട്ടിലുണ്ടായ പ്രത്യേകത എന്താ അറിയാ? അത് കമ്പ്യൂട്ടറിൽ ഈ പാട്ട് ബർക്കത്തുള്ള പാട്ടാക്കി എന്താ പറയുന്നത് സിദ്ദീഖ് അലി രാമനാട്ടൂര്? ബറക്കത്തുള്ള പാട്ട്. ബാക്കി കൂടെ കേട്ടോക്കാം. എല്ലാരും ഇതിലേത് വരിയാ കുഴപ്പം? സ്വർണപ്പാളികൾ മാറ്റിയില്ലേ, ശരിയല്ലേ? സാഷ്ടാവിന്ധനം ഊറ്റിയില്ലേ, ശരിയല്ലേ? ഓരോന്നും ഇങ്ങനെ ഫിഖ് അർത്ഥം വെക്കണായി ഇങ്ങനെ ഓരോരുത്തർ വായിച്ചു കൊടുക്കുക. അതിങ്ങനെ കേട്ടപ്പോ ഇവർക്ക് തോന്നി എന്ത് അറിയാം, ചിലപ്പം ജഡ്ജി പറയും ഈ പാട്ടിലൊരു കുഴപ്പമില്ല, പാടാൻ പറ്റുന്നവരൊക്കെ പാടിക്കോളി എന്ന് പറഞ്ഞാൽ 5 വക്തിലും പാടൽ തുടങ്ങും. കേരളം മുഴുക്ക ഈ കേറ്റിയെ പോറ്റിയെ എന്നുള്ള ഈ പാട്ട് ഇങ്ങനെ ആയിക്കഴിഞ്ഞാല് ശരിയല്ലേ, നിങ്ങൾക്ക് യാതൊരു നിവൃത്തി ഉണ്ടാകൂല എന്ന് കരുതിയതുകൊണ്ടാണ് തൽക്കാലം കേസുമായി പോകണ്ട എന്ന് തീരുമാനിച്ചത്. അപ്പൊ അതിലെ വരിയൊക്കെ വലിയ ശ്രദ്ധയായപ്പോ ഇതുപോലത്തെ പാട്ട് പിന്നെ എവിടെങ്കിലും ഇറങ്ങിയിട്ടുണ്ടോ എന്ന് കേട്ടപ്പോ ഫിഖിൽ അർത്ഥം വെക്കുന്ന പോലെ എന്നൊക്കെ പറയുന്നത്.
എന്ത് കോമഡിയാ പഠിച്ചവരെ. ബാക്കി കൂടി കേട്ടോ. കേരളം ഒന്ന് ശ്രദ്ധിച്ചു നോക്കി. ഞാൻ താന്നാളൂക്കാരോട് പറയാണ്, ഇന്നലെ ഞാൻ പേരാമ്പ്രയിലായിരുന്നു, അസീസ് മാഷ് നാട്ടിൽ. ഞാൻ ഇത് പറഞ്ഞേക്ക് അസീസ് മാഷും മൂപ്പര ജ്യേഷ്ഠൻ എന്നോട് പറയാണ് 5 വക്തിലും പാടാൻ തുടങ്ങി. റബ്ബേ, ബാക്കി കൂടി കേൾക്കാം. രക്ഷയില്ല കേട്ടോ. നിങ്ങളെ മലപ്പുറത്ത് താന്നാളൂരിലും പാട്ട് ഇറങ്ങിയില്ലേന്ന്. അപ്പൊ താന്നാളൂരിൽ ഇറങ്ങിയ ആ പാട്ട് ജനങ്ങൾ പഠിച്ചു. രണ്ടും കൂടി ഇങ്ങനെ തൂക്കി നോക്കി. ഭയങ്കര നിലവാരമുള്ള പാട്ടായിരുന്നു ഇവിടെ, അല്ലേ? ഇവിടെയുള്ള നിലവാരമുള്ള പാട്ടായിരുന്നു. ആദ്യം ഷാഫി ജാലി അത് ചാനലിൽ പറഞ്ഞപ്പോ എല്ലാവർക്കും ഇതൊന്ന് കേൾക്കണം തോന്നി. ഇതിനോടൊപ്പം ആ പാട്ടും നോക്കി, 2 വരികളും നോക്കി. കുഞ്ഞബ്ദുള്ള എഴുതിയത് വായനശാലയിൽ ഇരുന്നിട്ടാണ്. കുഞ്ഞബ്ദുള്ള എഴുതിയത് പോറ്റിയെ കേറ്റിയെ എന്നുള്ള പാട്ട് വായനശാലയിൽ ഇരുന്നിട്ടാ. ഇവിടുത്തെ പാട്ട് എന്തായിരുന്നു അറിയോ? കുറുക്കനെ അല്ലേ, നായി അല്ലേ. ഒരു കാര്യം ഉറപ്പാണ്, ഈ കുഞ്ഞബ്ദുള്ള എഴുതിയത് വായനശാലയിൽ ഇരുന്നിട്ടാണ്, ഇത് എഴുതിയോനും മൃഗശാലയിൽ ഇരുന്നിട്ടാണ് ആ പാട്ട് പാടിയത് എന്ന കാര്യം ഉറപ്പാണ്. കുഞ്ഞബ്ദുള്ള എഴുതിയത് എവിടെ നിന്നാണ്? വായനശാലയിൽ നിന്ന്. അപ്പോൾ ഗൈസ്, ഈ ഒരു കോമഡി സ്പീച്ച് ഇവിടെ അവസാനിക്കാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്താൻ മറക്കരുത്. കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണും. ബൈ.